നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കുടിവെള്ളം കിട്ടാക്കനിയായ കാലത്ത് കുടിവെള്ളം മുട്ടിക്കാൻ ചിലർ ഒരുമ്പെട്ടിറങ്ങിയിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സാമൂഹ്യദ്രോഹികൾ. ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നത് എന്നാണ് അറിയാത്തത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. എന്തായാലും ഈ സാമൂഹ്യദ്രോഹികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്ന് അധികൃതരും പറയുന്നു. കേച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. മഴുവഞ്ചേരി പെരുവൻമലയിൽ സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള സംഭരണിയുടെ പൂട്ട് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യവിരുദ്ധർ വീണ്ടും തകർത്തു. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ എരനെല്ലൂർ, ചൂണ്ടൽ വില്ലേജുകളിലെ കേച്ചേരി, പെരുമണ്ണ്, എരനെല്ലൂർ, മഴുവഞ്ചേരി, തലക്കോട്ടുകര, മണലി, ചിറനെല്ലൂർ, പട്ടിക്കര, പറപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പെരുവൻമലയിലെ ടാങ്കിൽ നിന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും സാമൂഹ്യവിരുദ്ധർ ഇവിടെ പൂട്ട് തകർത്തിരുന്നു. സംഭരണിയുടെ വാതിൽ തകർത്ത സാമൂഹ്യവിരുദ്ധർ വെള്ളത്തിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ബുധനാഴ്ച വെള്ളം വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വീണ്ടും പൂട്ട് തകർത്തതോടെ വെള്ളം വിതരണം വീണ്ടും മുടങ്ങി. പ്രതിദിനം പഞ്ചായത്തിലെ 1000-ലേറെ കുടുംബങ്ങൾക്കായി 5 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് ഈ സംഭരണി വഴി വിതരണം ചെയ്യുന്നത്. 4 ദിവസത്തിനിടെ രണ്ടാം തവണയും പൂട്ട് തകർത്തതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലും പഞ്ചായത്ത് അംഗം സ്മിത ഷാജിയും കുന്നംകുളം പോലീസ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി മാറിയ പെരുവൻമലയിൽ തുടർച്ചയായി കുടിവെള്ള സംഭരണിക്ക് നേരെ നടക്കുന്ന അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിന്റെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെയാണ് ലഹരി സംഘങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും അതിക്രമത്തെ തുടർന്ന് പഞ്ചായത്ത് നിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് രണ്ടാം തവണയും കുടിവെള്ളം വിതരണം മുടങ്ങിയത്. സംശയമായ രീതിയിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റാതെ, ടാങ്ക് നിറച്ച വെള്ളം കൊടുക്കാൻ അതിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായി നമുക്ക് വെള്ളം കൊടുക്കാൻ പോലും ഈ പ്രദേശക്കാർക്ക് കൊടുക്കാൻ സാധിക്കാതെ വളരെയേറെ വിഷമമുണ്ട്. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 2-4 ദിവസം മുമ്പ് ഇതുപോലെ ഉണ്ടായി. ആ വെള്ളം ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കണ്ടില്ല. എന്നാലും ആ വെള്ളം മുഴുവൻ നമ്മൾ പുറത്തേക്ക് തള്ളുകയും പ്രദേശത്തുള്ള അവർക്ക് വെള്ളം മുഴുകുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും വന്നിപ്പോൾ പൂട്ടൊക്കെ തല്ലിപ്പൊളിച്ച് ഇപ്പോഴും നമുക്ക് സംശയമായ രീതിയിലേക്ക് നമ്മൾ കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇനി ഇവിടെ ഒരു ജാഗ്രതാ സമിതി നമ്മുടെ ഈ പരിസരവാസികളെ നിയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു മേൽനോട്ടത്തിൽ ഒരു ജാഗ്രതാ സമിതി നമുക്ക് അത്ര അടിയന്തരമായി നമ്മൾ ചേരാൻ പോവുകയാണ്. കണ്ടുപിടിച്ചവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി സംഘങ്ങളാണ് പലയിടത്തും പൊതുജനത്തിന് ഭീഷണിയായി മാറുന്നത്. തുടർച്ചയായി കുടിവെള്ള ടാങ്ക് നശിപ്പിക്കാൻ നോക്കുന്ന സാമൂഹ്യദ്രോഹികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പൈപ്പ് വെള്ളം ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളുള്ള മേഖലയിൽ വെള്ളം മുടങ്ങിയാൽ ദൈനംദിന കാര്യങ്ങൾ പോലും അവതാളത്തിലാകും. പോലീസ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. ഒരു വശത്ത് അത്യാധുനിക രീതിയിൽ റോഡ് നവീകരിക്കുമ്പോൾ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് റോഡ് തകരുമോ എന്ന ആശങ്കയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ റോഡ് സഞ്ചാരയോഗ്യമായാലും പൊതുജനത്തിന് യാത്രാ സൗകര്യം വഴിമുട്ടും. ഇതൊക്കെ അറിഞ്ഞ് അധികാരികൾ എന്താ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കാത്തത് എന്ന് പൊതുജനം ചിന്തിക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. കടങ്ങോട് പഞ്ചായത്തിന്റെ അനാസ്ഥ. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ സംരക്ഷണത്തിനായുള്ള കോൺക്രീറ്റിംഗ് നടത്താനാകാതെ കരാർ കമ്പനി. കിഫ്ബി പദ്ധതി പ്രകാരം അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ വശത്തുകൂടി കടന്നുപോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി എയ്യാൽ ക്ഷേത്ര പരിസരത്ത് വെള്ളം പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയാണ്. സംരക്ഷണ കോൺക്രീറ്റ് നടത്തേണ്ട ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത്. പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിച്ചാൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനാകൂ എന്നതാണ് സ്ഥിതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുടിവെള്ള പദ്ധതികളായതിനാൽ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിക്കണമെന്ന് കരാറ് കമ്പനി പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നാളിതുവരെയായിട്ടും പരിഹാരം കാണാനായിട്ടില്ല. ഇതുമൂലം റോഡിന്റെ വശത്തെ കോൺക്രീറ്റ് ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് കരാറു കമ്പനിക്കാർ. പ്രദേശവാസികൾ MLA ഉൾപ്പെടെയുള്ളവരോട് വിഷയം അവതരിപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കേച്ചേരി മുതൽ പന്നിത്തിടം വരെയുള്ള നിർമ്മാണ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ പഞ്ചായത്ത് അധികാരികളുടെ നിസ്സംഗത മൂലം വശങ്ങളിലെ കോൺക്രീറ്റ് നടത്താനാകാത്ത സ്ഥിതിയാണ്.
അടിയന്തരമായി വെള്ളത്തിന്റെ ചോർച്ചയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു മുൻപേ റോഡ് തകരാനുള്ള സാധ്യതയാണുള്ളത്. പണമൊഴുക്കിയാണ് റോഡുകൾ നവീകരിക്കുന്നത്. അതും കൂടി അധികാരികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, ഈ വേനൽക്കാലത്ത് വെള്ളവും കിട്ടാക്കനിയാണ്. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടവർ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറരുത്. പൊതുജനം പരാതി പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? കണ്ടറിയാത്തവനെ പറഞ്ഞറിയിക്കുക തന്നെ. പ്രതിഷേധങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ കൗൺസിൽ യോഗങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചാലും അതിൽ ആരെയും കുറ്റം പറയാനാവില്ല. കാരണം പൊതുജനം അത് മാത്രമല്ലേ കാണുന്നുള്ളൂ. നാടിന്റെ വികസന പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ നേരമില്ലെങ്കിലും പ്രതിഷേധം നിർബാധം തുടരാൻ ഒരു തടസ്സവുമില്ല. പറഞ്ഞു വന്നത് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തെക്കുറിച്ചാണ്. ഇത്തവണയും വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു കൗൺസിൽ യോഗം സ്തംഭിപ്പിച്ചത്. കുന്നംകുളത്ത് അറവുശാല നിർമ്മാണത്തിന്റെ മറവിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഏപ്രിൽ 22 നടത്തിയ കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയ വിഷയമാണ് ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർ ഷാജി അലിക്കൽ ഉന്നയിച്ചത്. 70% കാശ് അവർ മേടിച്ചില്ലേ? 70% കൊടുത്തിട്ട് 30% കാശ് കൊടുക്കുന്നില്ല. ആ ബയോളജിയിൽ പോലെ കാശ് അടിച്ചു മാറ്റിയിട്ട് 30% പൈസ മേടിക്കാൻ വരില്ലേ അവര്? അവർക്ക് 70% മതി. നടക്കാത്ത പ്രോജക്റ്റിന് 70% മതി അവർക്ക്. 7 കോടി 1 ലക്ഷത്തിൽ നിൽക്കില്ല. 10 കോടി രൂപ വേണം നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നല്ലോ. DPRന് തുക നൽകുന്നതോടെ പദ്ധതി നടപ്പാക്കാതെ കമ്പനി പ്രതിനിധികൾ ഉപേക്ഷിച്ചു പോകുമെന്നും ഇത്തരം സംഭവങ്ങൾ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ DPR തയ്യാറാക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. കൃത്യമായി ആലോചിക്കാതെയും സാങ്കേതിക തടസ്സത്തിൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നാൽ പണം തിരികെ ലഭിക്കുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ആധുനിക അറവുശാലയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി 3 തവണ കമ്പനി പ്രതിനിധികൾ അവതരണം നടത്തിയതായും കൗൺസിൽ അംഗങ്ങളും ഉദ്യോഗസ്ഥരും വയനാടെത്തി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ച് പണം നൽകാൻ തീരുമാനിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. പ്രസന്റേഷൻ 2 തവണ കാണിച്ചു. വയനാട് പോയിട്ട് ഇത് നടത്തുന്നത് കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടി പോയി കണ്ടു. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പോഴും അവര് ഈ ഇതിന്റെ ക്രിമിറ്റോറിയത്തിന്റെ നമുക്ക് ചെയ്യുന്നത് DPR അവർ തന്നെയാണ്. ഇമ്പാക്ട് കേരളയുടെ അംഗീകാരം കമ്പനിക്കുണ്ട്. കിഫ്ബിയിൽ നിന്ന് 5% പലിശ നിരക്കിൽ വായ്പയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും സീതാ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതില് അവര് കരാറുകാർ അതിൽ നിന്ന് ഒഴിയാണെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ നമുക്ക് അതിന്റെ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം എടുക്കുന്ന അക്വിസിഷൻ നടപടി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അത് പൂർത്തീകരിക്കുമ്പോഴേക്കും പുതിയ ടെൻഡർ നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അത് ഇട്ടുപോകാനുള്ളതല്ല, അത് പണി പൂർത്തീകരിക്കാൻ തന്നെയാണ്. ജംഗ്ഷൻ വികസനവും മറ്റ് പ്രവർത്തനങ്ങളുടെയും ഇവരെ ടെൻഡർ എന്ന് ഒഴിഞ്ഞാലും വേറെ ആളുകൾ ടെൻഡർ എടുക്കും. ഇതിന്റെ സ്ഥലം അക്വിസിഷൻ നടപടി പൂർത്തിയാകുമ്പോഴേക്കും അത് വേറെ ടെൻഡർ നടപടി ഉണ്ടാകും. നഗരത്തിന്റെ വികസനം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് അംഗങ്ങൾ ശ്രമിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. അജണ്ട പിടിച്ചുവാങ്ങി കൗൺസിൽ തുടരാൻ അനുവദിക്കാതെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം ശക്തമാക്കി. ഇതേ തുടർന്ന് അജണ്ടകളെല്ലാം പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. എല്ലാ കൗൺസിൽ യോഗങ്ങളും അജണ്ട പാസാക്കി പിരിച്ചുവിടുക എന്ന നിലയിലെത്തി കാര്യങ്ങൾ. അതായത് അജണ്ടയെ സംബന്ധിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടാകില്ലെന്ന് ചുരുക്കം. വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം അനിവാര്യമാണ് എന്ന് വെച്ച് അത് മാത്രമായി കൗൺസിൽ യോഗങ്ങൾ അവശേഷിക്കരുത്. ഒരു പാലമിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം വേണമല്ലോ. സ്ഥലം നൽകി എന്തെങ്കിലും പദ്ധതി നടത്തുമ്പോൾ സ്ഥലമുടമയ്ക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? വെറുതെ അങ്ങ് സ്ഥലം കൊടുക്കാനും പറ്റില്ല. പക്ഷേ എങ്ങനെയായാലും പണത്തിന്റെ കാര്യം വരുമ്പോൾ നെറ്റിച്ചൊളിയുന്നത് സ്വാഭാവികം. പറഞ്ഞു വന്നത് ഗുരുവായൂരിലെ കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. അമൃത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്നാണ് നഗരസഭ പിന്മാറിയത്. ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് കൌൺസിലിൽ വ്യക്തമാക്കി.
സ്ഥലത്തിന്റെ ഉടമസ്ഥത ദേവസ്വത്തിൽ തന്നെ നിലനിർത്തി ടാങ്ക് നിർമ്മിക്കാനാണ് നഗരസഭ അനുമതി തേടിയിരുന്നത്. ഇതേ തുടർന്ന് ദേവസ്വം മന്ത്രിയുടെയും ജലവിഭവ മന്ത്രിയുടെയും സംയുക്ത യോഗം ചേർന്നപ്പോൾ തങ്ങളുടെ സ്ഥലത്ത് ടാങ്ക് നിർമ്മിക്കാൻ അനുമതി നൽകണമെങ്കിൽ കുടിവെള്ളം സൗജന്യമായി നൽകണമെന്ന ആവശ്യം ദേവസ്വം മുന്നോട്ടുവച്ചു. ഇക്കാര്യത്തിൽ നഗരസഭാ കൌൺസിൽ ചേർന്ന് തീരുമാനമെടുക്കാൻ യോഗം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. ദേവസ്വം ആവശ്യപ്പെട്ട 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളത്തിന്റെ വില നഗരസഭ നൽകണമെന്ന നിർദ്ദേശവും യോഗം മുന്നോട്ടുവച്ചു. തദ്ദേശ മന്ത്രി യോഗത്തിലുണ്ടായിരുന്നില്ല. വിഷയം വ്യാഴാഴ്ച ചേർന്ന കൌൺസിലെത്തിയപ്പോൾ ദേവസ്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് 1.80 ലക്ഷം രൂപ പ്രതിമാസം നഗരസഭ വെള്ളക്കരമായി നൽകേണ്ടിവരുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ടാങ്ക് സ്ഥാപിക്കുമെന്നും അറിയിച്ചു. പൂക്കോട് മേഖലയിലേക്ക് സുഗമമായി വെള്ളം നൽകാനാണ് ടാങ്ക് സ്ഥാപിക്കുന്നത്. നഗരസഭയുടെ കീഴിലെ ചാവക്കാട് സ്കൂൾ ഗ്രൗണ്ട് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടാക്കി മാറ്റുന്നതോടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ഒഴിച്ചുള്ള കായിക ഇനങ്ങൾ പരിശീലിക്കാൻ മൈതാനം ഇല്ലാതാവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ആദ്യത്തെ പ്ലാനിൽ അത്ലറ്റിക്സിനുള്ള സിന്തറ്റിക് ട്രാക്ക് അടക്കം ഉണ്ടായിരുന്നുവെന്നും ആരുടെ താൽപര്യത്തിലാണ് അത് തിരുത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ചിരുന്നുവെന്നും 100 മീറ്റർ ഓടത്തിന് സൗകര്യമുള്ള ട്രാക്ക് ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. കൂടുതൽ സൗകര്യത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. എന്തായാലും വെള്ളം സൗജന്യമായി കൊടുക്കാൻ നഗരസഭ തയ്യാറല്ല. സ്ഥലം നൽകിയെന്ന് വെച്ച് അക്കാര്യങ്ങളൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല എന്നാണ് നഗരസഭയുടെ വാദം. എന്നാൽ വെള്ളം നൽകാതെ എങ്ങനെ സ്ഥലം നൽകുമെന്ന് ദേവസ്വവും. ഒടുവിൽ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ തീരുമാനം. തണലാണെങ്കിലും ജീവന് ഭീഷണിയായാൽ മുറിച്ചു മാറ്റുക തന്നെ വേണം. റോഡരികിൽ തണലും ആശ്വാസവുമായി നിരവധി പടുകൂറ്റൻ മരങ്ങളുണ്ട്. പക്ഷേ ഈ മരങ്ങളുടെ അപകടാവസ്ഥയും കണ്ടില്ലെന്ന് നടിക്കരുത്. മഴക്കാലമായാൽ കാറ്റും മഴയും ശക്തി പ്രാപിക്കുമ്പോൾ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നത് സർവ്വസാധാരണമാണ്. അപകടം വന്നിട്ട് കൈ മലർത്തുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് പരിഹാരം കാണുന്നതാണ്. എന്തായാലും അധികൃതർക്ക് മനസ്സിലാകാത്തത് വാർത്തയായപ്പോൾ നടപടി ഉടനായി. റോഡരികിലുള്ള തണൽ വൃക്ഷം യാത്രികർക്ക് ഭീഷണിയാകുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള കൂറ്റൻ ഉങ്ങുമരമാണ് യാത്രികർക്ക് ഭീഷണിയായി മാറിയത്. വർഷങ്ങളായി റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്കായാണ് വളർന്നു നിൽക്കുന്നത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി ഈ ശിഖരങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകുന്നതും പതിവാണ്. രാത്രികാലങ്ങളിലാണ് അപകടങ്ങളിലേറെയും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും വാഹനമിടിച്ച് മരത്തിന്റെ കൊമ്പൊടിഞ്ഞു തൂങ്ങുന്ന സ്ഥിതിയുണ്ടായി. കുന്നംകുളത്തു നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് ശിഖരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കിയത്. ചൂണ്ടൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മരം ചെരിഞ്ഞ് മേൽക്കൂരയിൽ തട്ടിയതുമൂലം ബസ് സ്റ്റോപ്പും ചെരിഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാലമാകുന്നതോടെ മരം ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന മരം വീണാൽ വൻ അപകടമാണ് സംഭവിക്കുകയെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. സ്കൂളുകൾ തുറക്കാൻ പോകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് അടിയന്തരമായി മരം മുറിച്ചുമാറ്റാൻ അധികാരികൾ തയ്യാറാകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അടിക്കടി മരത്തിന്റെ കൊമ്പുകൾ വാഹനമിടിച്ച് പൊട്ടിവീഴുന്നതും ഭാരം താങ്ങാനാകാതെ മരം വശത്തേക്ക് ചെരിയുന്നതും വലിയ ആശങ്കയാണ് മേഖലയിൽ സൃഷ്ടിച്ചിരുന്നത്. എന്തായാലും സംഭവം CCTV വാർത്തയാക്കിയതോടെ ത്വരിതഗതിയിൽ അധികൃതർ ഇടപെട്ടു. ബസ് സ്റ്റോപ്പ് നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലം. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികളും ഉണ്ടാകും. ഇത് ഒരു സ്ഥലത്ത് മാത്രം കാര്യമല്ല. ഇങ്ങനെ പലയിടങ്ങളിലും അപകട ഭീഷണിയായ മരക്കൊമ്പുകളുണ്ട്. വർഷക്കാലം ശക്തി പ്രാപിക്കാൻ പോകുന്നതും സ്കൂൾ തുറക്കുന്നതും മുന്നിൽ കണ്ട് അപകട ഭീഷണിയുണ്ടാകുന്ന പല സ്ഥലങ്ങളിലെയും മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റേണ്ടതും അനിവാര്യമാണ്. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ചെറുതല്ലാത്ത സന്തോഷം നൽകാനുള്ള കഴിവുണ്ട്. ഒരുപാട് ഓർമ്മകളുടെ പൂക്കാലം സമ്മാനിക്കുന്ന ഗൃഹാതുരത്വത്തിന്റെ നന്മ മരങ്ങളായി പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ എന്നും ആർക്കോ വേണ്ടി പൂത്തുല്ലസിച്ച് ഒടുവിൽ നാമാവിശേഷമാകുന്ന ഓർമ്മകളുടെ പൂക്കാല കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണെത്തിക്കാം. പ്രണയവും സൗഹൃദവും ഓർമ്മിപ്പിക്കുകയാണ് ഗുൽമോഹർ പൂക്കൾ. വഴിയോരങ്ങളിലെങ്ങും ചുവപ്പണിഞ്ഞ ഗുൽമോഹർ വസന്തം മുഴക്കുമ്പോൾ കാഴ്ചക്കാരുടെ മനവും കാവ്യാർദ്രമാകും. വേനലിൽ പൂത്തുവിടർന്ന് വർഷക്കാലത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്നവയാണ് ഗുൽമോഹർ പൂക്കൾ. പ്രണയവും സൗഹൃദവും ബാല്യകൗമാരവും മാത്രമല്ല, വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരങ്ങൾ പൂവണിയുന്നത്. പാതയോരങ്ങൾ കഴകായി പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഗൃഹാതുര ഓർമ്മകളും കൂട്ടിച്ചേർക്കും. കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പണിഞ്ഞത് എന്നാണ് വിശ്വാസം.
കുരിശിന് ചുവട്ടിലായി രാജകീയ പൊയിൻസിയാന മരമുണ്ടായിരുന്നെന്നും യേശുവിന്റെ വിശുദ്ധ രക്തം മരത്തിൽ വിരിഞ്ഞ പൂക്കളിൽ ചൊരിയപ്പെട്ടാണ് രക്തവർണമായതെന്നും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നു. ഡെലോനിക്സ് റീജിയ എന്നതാണ് ശാസ്ത്രീയ നാമം. അലസിപ്പൂമരം എന്നും വിളിക്കുന്ന വൃക്ഷത്തിലാണ് ഗുൽമോഹർ പൂക്കൾ ഉണ്ടാകുന്നത്. അധികം ബലമില്ലാത്ത ശാഖകളിലാണ് പൂക്കൾ വിരിയുന്നത്. മഴക്കാലത്ത് ചില്ലകൾ താനെ അടർന്ന് വഴികളിൽ വീഴുന്നത് പതിവാണ്. സൂര്യപ്രകാശം ആവശ്യമുള്ള പൂക്കൾക്ക് ചെറുവരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാൻ സാധിക്കും. ആഴത്തിൽ വേരുകളിറങ്ങാത്ത ഗുൽമോഹറിന്റെ ചുവടെ മറ്റു മരങ്ങൾ വളരുകയില്ല. വേരിൽ നിന്ന് പുതു ഗുൽമോഹർ ചെടികൾ ഉണ്ടാവുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. നിസാൽ പിനിയേസി എന്ന സസ്യവർഗത്തിൽപ്പെട്ട ഗുൽമോഹർ, ഗോൾഡ് മോഹർ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ പ്രസിദ്ധമാണ്. കേരളത്തിൽ വാഗപ്പൂമരമെന്നും വിളിക്കാറുണ്ട്. കടുത്ത വേനലിൽ പൂത്തുവിരിയുന്ന മരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ മനോഹാരിത പടർത്തും. തുടർന്ന് വസന്തകാലത്തിന്റെ വരവോടെ അനിവാര്യമായ പതനം പോലെ അവ കൊഴിഞ്ഞില്ലാതാകും. ആർക്കോ വേണ്ടി വിരിഞ്ഞ് അനാഥത്വത്തോടെ കൊഴിഞ്ഞുപോകുന്ന ഗുൽമോഹർ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ നിറവ് കൂടിയാണ് എന്നും സമ്മാനിക്കുന്നത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.